ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇന്ത്യ ട്രാവൽ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ പ്രസിദ്ധമായ ബോട്ടിക്കറി, അതായത് എറണാകുളത്തെ പോട്ടിക്കറി എന്നറിയപ്പെടുന്ന ബോട്ടിക്കറിയെ കുറിച്ചായിരുന്നു. എറണാകുളം ജില്ലയില് കല്യാണത്തിന്റെ തലേ ദിവസം ക്രിസ്ത്യാനികളുടെ ഭവനങ്ങളില് ഒരു പ്രധാന ഭക്ഷണമാണ് അത്താഴകൂട്ട് എന്ന് പറയും. ശനിയാഴ്ച രാത്രി പശുവിനെ വെട്ടി പശുവിന്റെ എല്ലും മുട്ടിച്ചാറും അതേപോലെ പശുവിന്റെ കുടലും, ഇതാണ് എറണാകുളത്തെ പ്രധാന ഭക്ഷണം. ഇന്ന് പശുവിനെ കിട്ടാത്തത് കൊണ്ട് പോത്തിറച്ചിയാവുന്നു. ഇപ്പോ പോത്തിന്റെ പോട്ടിയാണ് കറി വെക്കുന്നത്. നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. നല്ല തേങ്ങ വറുത്തരച്ച് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് എവിടെ ചെന്നാലും, ഏത് ഹോട്ടലിൽ ഏത് തട്ടുകടയിൽ ചെന്നാലും പോട്ടിക്കറിയും ബീഫും ഇല്ലാത്ത കടകൾ കാണത്തില്ല. അപ്പൊ എവിടെ ചെന്ന് കഴിച്ചാലും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പോട്ടിക്കറി. എറണാകുളത്ത് പോട്ടി എന്നാണ് പറയുന്നത്. പോട്ടിക്കറി പല സ്ഥലങ്ങളിലും ബോട്ടി എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും എറണാകുളംകാരുടെ പോട്ടിക്കറി അത് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു നല്ലൊരു അനുഭവമാണ്. ഇപ്പൊ നമ്മൾ 1/2 കിലോ പോട്ടിയാണ് ഈ കറി വെക്കുന്നത്. ഇത് നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് കഴുകിയെടുക്കാം. കടയിൽ നിന്ന് തന്നെ അവര് നല്ല വൃത്തിയാക്കി അരിഞ്ഞ് തന്നിട്ടുള്ള പീസാണ്. എങ്കിലും നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് നല്ല ഭംഗിയായിട്ട് അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം 1-2 പ്രാവശ്യം വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കത് വീണ്ടും ആ വെള്ളമെല്ലാം ഊട്ടിക്കളഞ്ഞ് നല്ല ഭംഗിയായിട്ട് നമുക്കത് അടപ്പത്ത് വെച്ച് പാചകം ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ്, അതായത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അത് 2 തവണ ക്ലിക്ക് ചെയ്താലേ എനേബിൾ ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബെല്ലൈക്കൺ എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ തുടർന്നുള്ള എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊരു ശല്യമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഇരിക്കാം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. എറണാകുളത്തെ പോട്ടിക്കറിയുടെ ടേസ്റ്റ് നിങ്ങളിത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഇത് കാണണം. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിക്ക ദിവസവും ഇത് തന്നെ വെക്കാൻ ആഗ്രഹിക്കും. അതേപോലെ അത്ര മനോഹരവും നല്ല ടേസ്റ്റുമുള്ള ഒരു പ്രത്യേക ഒരു ഭക്ഷണമാണ് പോട്ടിക്കറി. അത് നമ്മൾ കഴുകിയെടുത്ത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അധികം വെള്ളം ചേർക്കാതെ നിങ്ങൾ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് നമുക്കൊന്ന് ഒരു 20 വിസിലടിക്കണം കുക്കറിൽ. അപ്പോഴേ ഇത് നല്ലവണ്ണം വേഗത്തുള്ളൂ. ഇപ്പൊ അതേപോലെ അതിനാവശ്യത്തിനുള്ള അത്യാവശ്യത്തിനുള്ള അതൊന്ന് മൂടിക്കിടക്കാൻ പറ്റണമെന്നുള്ള വെള്ളം ഒഴിച്ചാൽ മതിയാവും. അധികം വെള്ളം ഒഴിച്ചാൽ അത് പറഞ്ഞ് പൊന്തിയെല്ലാം വെളിയിലൊക്കെ പോകും. പിന്നെ കുക്കറെല്ലാം ബ്ലോക്ക് ആവും, പിന്നെ പ്രശ്നമാകും. അപ്പൊ അതുകൊണ്ട് അത് മൂടിക്കിടന്നാൽ മതി. 20 വിസിലടിക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. കുക്കറിലേക്ക് ആക്കിയതിനു ശേഷം നമ്മൾ അടപ്പത്തേക്ക് അത് വെക്കുക. എന്നിട്ട് നല്ലവണ്ണം അത് അടപ്പത്തിരുന്ന് അങ്ങ് വേകട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് അടുത്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോ കൊച്ചി സ്റ്റൈല്, അതായത് എറണാകുളം സ്റ്റൈല് ബീഫ് കറിയും പോട്ടിക്കറിയും എന്നൊക്കെ പറയുമ്പോൾ പോട്ടി, കപ്പ, അതേപോലെ പൊറോട്ടയും ബീഫും ഇതെല്ലാം എറണാകുളത്ത് എവിടെ ചെന്നാലും കിട്ടുന്ന സുപരിചിതമായ നല്ലൊരു ഭക്ഷണപദാർത്ഥമാണ്. ഏതൊരു പാതിരാത്രി ചെന്നാലും ഏത് തട്ടുകടയിലും ഇതാണ് എല്ലാവരും കഴിക്കുന്ന പ്രധാനപ്പെട്ട എറണാകുളംകാരുടെ ഭക്ഷണം. അപ്പൊ അതുകൊണ്ടാണ് ഇത് എറണാകുളം എന്ന് പരിചയപ്പെടുത്തുന്നത്. എറണാകുളത്തെ ഭക്ഷണത്തിന്റെ ആ ടേസ്റ്റ് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇപ്പൊ നമ്മൾ അതിലേക്ക് 1/2 കിലോ പോട്ടിക്ക് നമ്മൾ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അടുപ്പത്തിട്ടതിന് ശേഷം അതിലേക്കായിട്ട് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും
വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും നമ്മൾ ഇതിലിട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം. അതേപോലെ തന്നെ ഇതിലേക്ക് തന്നെ നമുക്ക് എല്ലാ കൂട്ടും ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ പോട്ടിയിലേക്ക് മറ്റുള്ള കൂട്ടുകളൊന്നും പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. ഈ തേങ്ങയിലേക്ക് തന്നെയാണ് ആവശ്യത്തിനുള്ള എല്ലാം ചേർക്കുന്നത്. അതിലേക്കായിട്ട് ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് അടർത്തിയെടുത്തത്, അല്ലെങ്കിൽ അത് വേഗത്തില്ല. അതുകൊണ്ട് അത് അരിഞ്ഞതിന് ശേഷം അത് ഓരോ ഇതളുകളായിട്ട് അടർത്തിയെടുത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നാലേ അത് തേങ്ങയുടെ ഒപ്പം തന്നെ കിടന്ന് അത് മുരിഞ്ഞ് വേഗത്തുള്ളൂ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുഴുവനായിട്ട് ഇട്ടാൽ പിന്നെ നമുക്ക് വിടിയിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ മുളക് പൊടി നമ്മൾ വേറെ ചേർക്കുന്നില്ല. നമ്മൾ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 7-8 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് അത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ അതങ്ങനെ മൊരിയണം. തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അതിനോടൊപ്പം തന്നെ മുളകും സവാളയും എല്ലാം മൊരിഞ്ഞു വരും. ഇനി നമുക്ക് അതിലേക്കായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല, വറ്റൽ മുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. അതുപോലെ മീറ്റ് മസാല, ഇറച്ചി മസാല, അതൊരു 2-3 സ്പൂണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് മസാല ആവശ്യമുള്ളത് അതേപോലെ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ ടേസ്റ്റിന് രുചിക്ക് അനുസരിച്ച് മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഗരം മസാല 1 സ്പൂണ് ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഗരം മസാല ചേർത്തതിന് ശേഷം കുരുമുളക് പൊടി, പെപ്പർ പൗഡർ, അത് നമ്മൾ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നമ്മൾ അടുത്തത് പെരുംജീരകപ്പൊടിയാണ്. അത് ഒരു 1/2 സ്പൂണ് ചേർത്ത് കൊടുക്കണം. പെരുംജീരകപ്പൊടി ഒരു 1/2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കും. ഇപ്പൊ നമ്മുടെ തേങ്ങയെല്ലാം ഒന്ന് മുരിയാൻ പാകത്തിനായിട്ട് തേങ്ങയും സവാളയും ഇതെല്ലാം നല്ല മുരിഞ്ഞു വരണം. അതോടൊപ്പം തന്നെ ഈ മസാലക്കൂട്ടും ഇതിനകത്ത് കിടന്ന് നല്ലവണ്ണം മുരിഞ്ഞു വരണം. അതാണ് ഈ പോട്ടിക്കറിയുടെ പ്രധാന ടേസ്റ്റ്. നമ്മൾ കറിക്കകത്ത് പോട്ടിക്കകത്തേക്ക് നമ്മളിത് ചേർത്താൽ നമുക്ക് അതിൻ്റെതായ ആ ടേസ്റ്റ് കിട്ടത്തില്ല. ഇത് വറുത്തരച്ച പോട്ടിക്കറിയാണ്. അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത്. ഇപ്പൊ അത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു ചെറു ചൂടോടെ നമ്മൾ ഈ തേങ്ങ വറുത്തത് അതിന്റെ കൂട്ടെല്ലാം കൂടി ചേർത്തുള്ളത് കൂട്ട് നമ്മൾ മിക്സിയിലെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലവണ്ണം അത് അടിച്ചൊന്ന് പേസ്റ്റ് ആക്കണം. എല്ലാ മസാലയും ഇതിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രത്യേകമായിട്ട് ഒന്നും ചേർക്കാനില്ല, ഉപ്പ് മാത്രം ചേർത്താൽ മതി. ബാക്കിയുള്ള എല്ലാ കൂട്ടുകളും പൊടികളും എല്ലാം നമ്മൾ ഇതിലിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്യാവുന്നതാണ്. അതുപോലെ പോട്ടി 20 വിസിലായിട്ടുണ്ട്, തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ആ കടായിലേക്ക് നമുക്ക് പോട്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് അതിനകത്ത് കിടന്ന് അതെല്ലാം എല്ലാം ഒന്ന് തട്ടി വരണം. കാരണം ഇത് ചാറായിട്ട് എടുക്കാൻ പാടില്ല. ഇതൊരു റോസ്റ്റ് പരുവത്തിലിരിക്കണം, എന്നാല് പോട്ടിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇപ്പൊ ഒരു കുക്കറിലായതുകൊണ്ട് നമ്മൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന നെയ്യുള്ളത് കൊണ്ട് അങ്ങനെ അടിക്കൊന്നും പിടിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അടിക്ക് പിടിച്ചാലും ഇതിന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പോട്ടിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അടിക്ക് പിടിച്ചെന്ന് പറഞ്ഞാൽ തന്നെ പേടിക്കാനൊന്നുമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പൊ ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. ഇതിപ്പോ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് ഇനിയിപ്പോ അടിക്ക് പിടിക്കത്തില്ല. ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് നമ്മുടെ മറ്റുള്ള ആ മസാലക്കൂട്ടെല്ലാം കൂടി ചേർത്ത് ആ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം.
തേങ്ങ വറുത്തരച്ച പേസ്റ്റ്. തേങ്ങ നല്ല ബ്രൗൺ കളറിലായപ്പോഴാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ എല്ലാ മസാലയും എല്ലാ മുളക് അതുപോലെ സവാള എല്ലാം അതിൻ്റെ കൂടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ നമ്മൾ പേസ്റ്റായിട്ട് ഇത് അരച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് മാറുന്നത്. നമ്മൾ പൊടികളൊന്നും വേറെ വറുത്തൊക്കെ ചേർത്താലും ഈ ടേസ്റ്റ് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ വറുത്ത് അരച്ച തേങ്ങയിൽ വറുത്തരച്ച ആ മസാല കൂട്ടിനാണ് ബോട്ടിക്കറിക്കുള്ള പ്രധാന ടേസ്റ്റ്. ഇതിപ്പോ കളർ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇത് നല്ല വെന്ത് അതിന്റെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ നല്ല കറുത്ത കളറിൽ ബ്രൗൺ കളറിൽ വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എത്ര ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ അരക്കിലോ ആയതുകൊണ്ടാണ് നമ്മൾ ചെറിയ കടായി വെച്ചിരിക്കുന്നത്. വലിയ കടായി ഉണ്ട്, അപ്പൊ നമുക്ക് അതിന്റെ വലിയ കടായിക്കുള്ള ആവശ്യമില്ലാത്തത് കൊണ്ട് വെള്ളം ഒന്ന് വറ്റണം, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കടായി വെച്ച് കൊടുത്തിരിക്കുന്നത്. ചെറിയ ചീനച്ചട്ടിയിൽ നമ്മളിത് ഇതാക്കുക. അപ്പൊ അത് അധികം നമ്മൾ തീ വെച്ച് കൊടുത്താൽ അത് തിളച്ച് പൊട്ടി വെള്ളമെല്ലാം വെളിയിൽ വരാനിടയാക്കുക. അതുകൊണ്ട് തീ അല്പം കുറച്ച് വെക്കണം. ഇനി നമ്മൾ അതിലേക്ക് ടൊമാറ്റോ സോസ് ഒരു 2-3-4 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോയാബീൻ സോസ്, ഡാർക്ക് സോസ്, അത് നമ്മൾ ഒരു 1-2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുന്നത് അതിനൊരു ടേസ്റ്റിനും അതിനൊരു ഡാർക്ക് കളർ കിട്ടാനും വേണ്ടിയാണ്. ബോട്ടിക്കറിക്ക് അതിൻ്റെ ഒരു കളർ വരണം, എന്നാലും അതിനൊരു ഭംഗിയുള്ളൂ. മഞ്ഞ കളറ് കറുപ്പ് കളറൊക്കെ വരുന്നാൽ അതിന് കാണാനൊരു ഭംഗി കാണത്തില്ല. അപ്പൊ ഡാർക്ക് സോസ് അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് ഡാർക്ക് ആകും. ബോട്ടിക്കറിയുടെ ആ കളറിലാണ് ഇതിന്റെ ടേസ്റ്റും ഭംഗിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഇങ്ങനത്തെ കളറാണെങ്കിലും ഇത് വെള്ളം അങ്ങനെ എത്തിക്കഴിയുമ്പോൾ ഇതിന്റെ കളറങ്ങ് മാറും. ഇനി ഒരു അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വിനാഗിരി അല്പം ചേർത്ത് വെച്ചാൽ പുളിയൊന്നും വരത്തില്ല, കാരണം അതിനുള്ള ആവശ്യത്തിനുള്ള വിനാഗിരി നമ്മൾ ഒഴിക്കുന്നില്ല. ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 സ്പൂൺ വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അല്പനേരം മൂടി വെക്കാം. മൂടി വെച്ച് നമുക്ക് ഇളക്കി കഴിയുമ്പോൾ ഇതാണ് ബോട്ടിക്കറിയുടെ കളറ്. ഇപ്പൊ ബോട്ടിക്കറി ഏതായാലും നല്ല കളറിൽ നല്ല പരുവത്തിൽ നല്ല സ്മെല്ല്, പ്രദേശത്തൊന്നും നിൽക്കാൻ പറ്റത്തിൽ നല്ല സ്മെല്ലായിട്ടുണ്ട്. അതേപോലെ ഈ ബോട്ടിക്കറി നമുക്ക് കഴിച്ചു നോക്കാം. എറണാകുളത്തിന്റെ സ്പെഷ്യൽ അത്താഴത്തിന്റെ കല്യാണത്തിന്റെ ക്രിസ്ത്യാനികളുടെ കല്യാണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ശനിയാഴ്ച രാത്രിയുള്ള പോട്ടിക്കറിയും ചോറും. ആ പോട്ടിക്കറിയും ചോറും നമ്മൾ ഒന്ന് കഴിക്കുമ്പോൾ അത് ആരുടെയും ജീവിതത്തിൽ മറന്നു പോകാത്ത, നിങ്ങൾ ഇതുവരെ എറണാകുളത്ത് അങ്ങനെ ഒരു കല്യാണം കൂടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എറണാകുളത്ത് അത്താഴം വീട്ടിന്ന് വരണം. ശനിയാഴ്ച രാത്രി നിങ്ങൾ വന്ന് ഇതൊന്ന് കഴിച്ചു നോക്കണം. അപ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ്. വെള്ളമടിക്കുന്നവരൊക്കെ ആണെങ്കിലും അവരും ഇതെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് വെള്ളം അടിച്ച് പാട്ടൊക്കെ പാടി ഭയങ്കര ആസ്വദിക്കുന്നത് കാണാം. അങ്ങനെയുള്ള ഒരു പോട്ടിയാണ് എറണാകുളത്തെ പ്രധാന ഭക്ഷണം. അത്താഴത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഭവം. കഴിച്ചു നോക്കിയിട്ട് ഉത്തരം പറയാം. ഇപ്പൊ പോട്ടി നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പോട്ടി ഇത് നല്ല ചൂട് കൈയെല്ലാം കൊള്ളുന്ന ഇതാണ് പോട്ടിയും ചോറും. ഇതാണ് എറണാകുളത്തെ അത്താഴത്തിന്റെ പ്രധാന ഭക്ഷണം. നല്ല ചാക്കരിയും ആ ചാക്കരിയില് പോട്ടിയും റിട്ടേൺ കഴിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ, ഫാന്റാസ്റ്റിക്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് നിങ്ങളുടെ വീട്ടില് ഉടൻ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2 തവണ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടതിന് നന്ദി. ഇനി മറ്റൊരു വീഡിയോയിൽ കാണും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ വൈകിട്ട് വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.